ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അഗെയിൻ ഇൻ മൈ ഫേമസ് നൈറ്റി. മൈക്കൊക്കെ ഉണ്ട്, മൈക്കിന് അവിടെ പൊടിഞ്ഞ് എടുക്കണം. കുറച്ച് മടിയാണ്. ഇന്ന് രാവിലെ കുറച്ചൊന്ന് മഴ പെയ്തിട്ട് ഇരിപ്പുണ്ട് അവിടെ. എനിവേ, ഞാനിവിടെ ഒരു കാര്യം പറയാനാണ് വന്നത്. കുറച്ച് സീരിയസ് ആണ്. ഓക്കെ, മഞ്ജു പിള്ളയുടെ മകള് ഷെഫീന ബീവിക്ക് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്. നിങ്ങളത് മൊത്തത്തിൽ കേൾക്കണം. അതിനു മുമ്പ് പൊന്നു പ്രേക്ഷകരെ, എന്നെ വിമർശിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഈ കുട്ടിയെ ഞാൻ ട്രോളുന്നതല്ല. ഇത്രയും വലിയൊരു വിവാദമായപ്പോൾ ഇവർ ഒരു ലൈവ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇത്തിരി കുളിച്ചിട്ട്, ഞാനൊരു കാര്യം പറയാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ ഇടാം. നമ്മുടെ എല്ലാവരുടെയും രാജ്യമാണ്, അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ ഒരു വിവാദമായപ്പോൾ എല്ലാവരും അവരുടെ വ്ളോഗ് കാണുന്നു. അവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കോലം നോക്ക് നിങ്ങൾ. ഇത്തിരി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നല്ല രീതിക്കല്ലേ വരേണ്ടത്. അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ട്. അവർ പറയുന്ന ഓരോന്ന് കേട്ടിട്ട് നമുക്ക് മറുപടി കൊടുക്കാം. പൊന്നു പ്രേക്ഷകരെ, ഷെഫീന ബീവിയുടെ ഭാഗം ശരിയാണ്. അഥവാ ഷെഫീന ബീവിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് നന്നായിട്ട് കേൾക്കാം. ഞാൻ പല്ല് വെച്ചിട്ടില്ല. എന്നിട്ടും കാപ്പിക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കുക. ഫുള്ളി ഓൺ. ബട്ട് എനിവേ, ഒരു കാര്യം പറയാനാ വന്നത്. പറയുന്നുണ്ട്, ഞാൻ പല്ലൊന്നും തേച്ചിട്ടില്ല. നല്ല കാര്യമാണ്. ഓക്കെ, എന്താണാവോ ആ കാര്യം? നമുക്കതൊന്ന് കേൾക്കണം. And I'm so happy that I did. കാണിച്ചു തരട്ടെ. I got my sunflowers. Yeah. So എന്താ കാര്യം എന്ന് വെച്ചാൽ, എല്ലാവർക്കും എന്നെ അറിയുമെന്ന് അറിയായിരിക്കും. മൈ ഫേവറേറ്റ്സ് ആർ ലില്ലീസ്. ഞാൻ മേടിച്ചു. കുറച്ച് ദിവസമായി മേടിച്ചിട്ട്. കാരണം ഇത് മിനിഞ്ഞാന്നാണ്. ഓക്കെ, ഈ പൂവിന്റെ ഭാഗം ഞാൻ വെച്ചത് തംബ്നെയിലിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അത് ഇതാണ്. ഓക്കെ, വേറെന്തോ നിങ്ങൾ ഉദ്ദേശിക്കണ്ട. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ കുറേ പേര് അറിയാം, ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയറൊന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ട് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയട്ടെ. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി, പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റലല്ല, പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെയല്ല, അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു, ഫോർ ദ ഫസ്റ്റ് ടൈം ഐ വിൽ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ of posting every day and making you guys happy. I didn't want that. Usually most of the time I do that. I take the initiative to post to make you happy. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. അല്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി. എന്തായാലും ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നത്. അടുത്ത ദിവസം ഞാനങ്ങ് എയറിലായി. ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി. ഒരു കാര്യം പറയാം പൊന്നു സഹോദരി, അതായത് നിങ്ങൾ ഏറിലായതല്ല. ഷെഫീന ബീവി പറഞ്ഞു, വൃത്തികെട്ട ഫോട്ടോസ് എന്തിന് പബ്ലിഷ് ചെയ്യുന്നു, അത് പബ്ലിഷ് ചെയ്യേണ്ടെന്നല്ലേ ഷെഫീന ബീവി പറഞ്ഞത്. പൊന്നു പ്രേക്ഷകരെ, ഈ നടിമാരൊക്കെ ഇങ്ങനെയുള്ള വൃത്തികെട്ട ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് നിലവിലെ ന്യൂ ജനറേഷൻ പഠിക്കുന്നുണ്ട്. അതിനെയാണ് ഷെഫീന ബീവി എതിർത്തത്. ഒരു കാര്യം കൂടി കുട്ടിയോട് പറയാം, കുട്ടിയുടെ ഇഷ്ടമാണ്, ഏത് ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കൂ, ഞങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഞങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായം പറഞ്ഞതാണ്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ബൈ സേയിങ് ദ നെയിംസ്, ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് വാസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടിയങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ വന്നിട്ടില്ല, പക്ഷെ somewhat very similar. Calm down, let's take a chill pill, continue with my life. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തത് കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഇതിന് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും.
ഓക്കെ, ഇവർ പറയുന്നത് ഇവർ ഓൾറെഡി ഡൗൺ ആയിരുന്നു, അപ്പോഴാണ് ഷെഫീന ബീവിയുടെ ആ ഒരു വ്ളോഗ് കാണുന്നത് എന്ന്. മറ്റേ ഈ എണ്ണയ്ക്ക് വെള്ളം ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഷെഫീന ബീവിയെ ഉദ്ദേശിച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with their life. They are like it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. പറയുന്നത് ഷെഫീന ബീവിക്കും മറ്റുള്ള വ്ളോഗറിനും ഞാൻ മറുപടി കൊടുത്തിട്ട് എൻ്റെ എനർജി കളയില്ല, എൻ്റെ എനർജി ഞാൻ ഇങ്ങനെ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ കളയും എന്നാണ് പറയുന്നത്. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് മൈ എനർജി ഓൺ ദാറ്റ്. ഐ എം നോട്ട് കോളിംഗ് ദാറ്റ് എ ഹ്യൂമൻ, ദാറ്റ് ഈസ് സംതിങ് എൽസ്. അത് വേറെ എന്തോ ജീവിയാണ്. അതായത് ഷെഫീന ബീവി ഒരു പെണ്ണല്ല, വേറെ എന്തോ ജീവിയാണെന്നാണ്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഷെഫീന ബീവിയുടെ പ്രസന്റേഷൻ ഇത്തിരി പാളി, അത് ശരി തന്നെയാണ്. പക്ഷേ ഷെഫീന ബീവി പറഞ്ഞത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഓക്കെ, അതായത് ഒരു ഇത്തിരിയെങ്കിലും നല്ല കോലത്തിലുള്ള ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും ധരിക്കാതെ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം, അതിനുള്ള അലോഡ് ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. പിന്നെ എനിക്കറിയത്തില്ല, പക്ഷേ അത് കണ്ടിട്ട് വേറെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും നാളെ അതേ അവസ്ഥ തുടർന്നാൽ എന്താവും, അതാണ് ഷെഫീന ബീവി പറഞ്ഞത്. ബാക്കിയും കൂടി കേൾക്കാം. എന്താ പറഞ്ഞേ? അപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു പുട്ട് മൈ എനർജി. ബട്ട് ലേറ്റർ ഐ എം കമ്മിങ് ടു നോ ആഫ്റ്റർ 2-3 days that a lot of other women has been also affected by this. എൻ്റെ കാര്യം കൊണ്ടല്ല, അവർക്ക് ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സാധനം. അപ്പോൾ അത് കാരണം അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഞാൻ മാത്രമല്ല, കുറേ വേറെ അതേ വിക്ടിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് തിരിച്ചു വന്നു. ഇനിയാണ് കളി തുടങ്ങുന്നത് പൊന്നു പ്രേക്ഷകരെ. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ബ്രേക്ക് ആയതിനു ശേഷമാണ് ഇൻസ്റ്റഗ്രാമിലേക്ക് മാസ്സായിട്ടുള്ള തിരിച്ചുവരവ് മഞ്ജു പിള്ളയുടെ മകൾ നടത്തുന്നത്. അവിടെ നിന്നാണ് ഷെഫീന ബീവിക്ക് ആ ഒരു രഹസ്യമായിട്ടുള്ള ആ ഒരു ഫോട്ടോ കാണുന്നത്. നമുക്ക് ബാക്കിയും കൂടി കേൾക്കാം. ഞാൻ പറഞ്ഞു ഇനി ആരംഭിക്കലാമാ എന്നും പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ട്. നിങ്ങൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ സർപ്രൈസ് തരും. അടുത്ത വീഡിയോയിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്, ആരും മറക്കല്ലേ. നമ്മുടെ കുഞ്ഞുമോളുടെ വീഡിയോ എല്ലാവരും പോയി ഒന്ന് കാണണേ. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. ഞാൻ ഒരു സാധനം റിവീൽ ചെയ്യുന്നതായിരിക്കും. എനിവേ, സോ ഇതല്ലാതെ വേറെ കുറേ ആൾക്കാർ, ആണുങ്ങൾ, കണ്ടതിൽ വെച്ച് ആണുങ്ങൾ, ഒരാൾ വന്നിട്ട് എനിക്ക് കോമഡിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആണുങ്ങൾ വന്നിട്ട് ചിലർക്ക് ഇവരുടെ ഫോറാണ്, ചിലർ എൻ്റെ അഗെയിൻസ്റ്റ് ആണ്. പറയുന്നത് എന്നെപ്പോലുള്ള ബ്ലോഗർ, അതാണ് ആണുങ്ങളെന്ന് ഉദ്ദേശിച്ചത്. കുറേ പേര് ട്രോളുന്നുണ്ട്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു ഒറ്റ കാര്യം പറയാം, യൂട്യൂബിൽ ഇവർക്കെതിരെ വന്നത് എല്ലാ വീഡിയോയും ഓൾമോസ്റ്റ് നെഗറ്റീവാണ്. ഇൻസ്റ്റഗ്രാമിൽ കുറേ പോസിറ്റീവായിട്ട്, അതായത് ഈ പറയുന്ന ഷെഫീന ബീവിയെ വിമർശിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലാണ് വീഡിയോ വന്നത്. യൂട്യൂബിലെല്ലാം ഇവരെ വിമർശിച്ചിട്ടാണ് വീഡിയോ പോയത്. ഓക്കെ, ബാക്കി കൂടി കേൾക്കാം. Completely fine to have their opinion, but certain things and ways are not accepted. Not accepted, darling. So the best part is that the love I'm getting from people. കുറേ പേര് ഇത് കണ്ട് എന്നെ അറിയുന്നവരുണ്ട്. പറഞ്ഞു ഇത് ഞാൻ കണ്ടായിരുന്നു, പക്ഷെ മോളെ നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് കുറേ ലവ്സ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറേ പേര് എനിക്ക് പേഴ്സണലി കുറച്ച് സെലിബ്രിറ്റീസ്, ഞാൻ ഫോളോ ചെയ്യാത്ത കുറച്ച് സെലിബ്രിറ്റീസ് എനിക്ക് മെസ്സേജ് അയച്ചു. They've seen, they're acknowledging it. They are like, we are with you, you are doing good, keep continuing this. അതായത് പറയുന്നത് കുറേ നടിമാർ പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞത്രേ, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് നിങ്ങൾ നിരന്തരം പോസ്റ്റ് ചെയ്യൂ എന്ന് കുറേ നടിമാരൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഒക്കെ നല്ല കാര്യമാണ്, നിങ്ങൾ ഇഷ്ടമാണ്. ബാക്കിയും കൂടി കേൾക്കാം. Getting a lot of love, even my family, friends who called to check up on me. ഞാനിവിടെ എൻ്റെ ആക്ടേഴ്സ് ട്രൂത്തിൽ ഒരു പ്ലേൻ്റെ ഭാഗമായി സ്ക്രിപ്റ്റൊക്കെ അടിപൊളി ഭയങ്കര ഇതായിട്ടിരിക്കുമ്പോഴാണ് ഇത് വരുന്നത്. ഐ എം ഗോണ സ്റ്റിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഐ എം നോട്ട് ഗോണ ലെറ്റ് ഇറ്റ് അഫക്റ്റ് മീ. അപ്പോൾ ചിലരൊന്ന് ചോദിക്കുമായിരിക്കും
ഇത്ര എനർജി നിങ്ങൾ കളയണ്ടെങ്കിൽ എന്തിനോട് സംസാരിക്കുന്നത്. എൻ്റെ വ്ളോഗാണ്, എൻ്റെ വീഡിയോ ആണ്, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് അതിൻ്റെതായ നിയമരീതി നിയമത്തിൻ്റെ എനിക്ക് എന്തുവാ ഉണ്ട്. It's all fun and games, guys. It's all fun and games until someone's life is getting affected. Mine was not getting affected. I was angry. I was so pissed off. But I did not let it affect my life. പക്ഷെ ഞാൻ പറഞ്ഞത് സ്ത്രീ കാരണം, ഈ ഒരു ജീവി കാരണം, സോറി, a lot of lives have been affected. So that is not fair. That she has no right to do that. നമ്മൾ എന്തൊക്കെ ഡോണ്ട് ലെറ്റ് ഇറ്റ് അഫക്റ്റ് us, ഇഗ്നോർ ഇട്ട് എന്നൊക്കെ പറഞ്ഞാലും ഫോർ സം പീപ്പിൾ ഇറ്റ് ഈസ് നോട്ട് റിയലി ഈസി. ആൻഡ് ദ വേഴ്സ്റ്റ് പാർട്ട്, ഇതൊക്കെ പോട്ടെ, എനിക്ക് വേഴ്സ്റ്റ് പാർട്ടായിട്ട് തോന്നിയതാണ് 98% of the people are with her. Whatever she said is true. അങ്ങനെ തന്നെ നടക്കണം എന്ന് പറയുന്നവർ, that scares me. ഇവിടെ പറയുന്നത് 98% പേര് ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തു. ഷെഫീന ബീവിക്ക് വെറും 2% ഒരു കാര്യം പറയാം, യൂട്യൂബിൽ എൻ്റെ പൊന്നുകുട്ടി, നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ മതി. യൂട്യൂബിൽ നിങ്ങൾക്ക് 1% പോലും സപ്പോർട്ടില്ല. ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കാണ് സപ്പോർട്ട്. ഉള്ളതുപോലെ പറയണല്ലോ. ഷെഫീന ബീവിക്ക് കുറേ പേര് തെറി വിളിച്ചത് ഇൻസ്റ്റാഗ്രാമിലാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും നല്ലോണം ഈ പറയുന്ന കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനിങ്ങനെയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു എന്ന്. അത് ഞങ്ങളെപ്പോലുള്ളവർ എടുത്തിട്ട് റിയാക്ട് ചെയ്തത് കൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇനിയാണ് ഈ കുട്ടി എന്നല്ല, നമ്മളിപ്പോൾ രേണു സുധി ഓൾറെഡി വിമർശിക്കുന്നുണ്ട്. വൃത്തികേട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ വിമർശിക്കുക തന്നെ ചെയ്യും. ഓക്കെ, ബാക്കിയും കൂടി കേൾക്കാം. Thinking there is a community itself is like okay, but agreeing with her whatever she's saying, that's എനിക്കത് പേടിയായി. സത്യം പറയാൻ എനിക്കത് കണ്ടിട്ട് ഷോക്കല്ല, എനിക്ക് പേടിയായത്. ഐ വാസ് സ്കേർഡ്. ആൻഡ് അവരുടെ ഇത് നിറയെ 2% ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യണം നല്ല പറയുന്നത്. It's fine. I can take care of myself. It's fine. I mean, I have people to take care of me also. But that was not right. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ ഭീഷണിപ്പെടുത്തൊന്നും അല്ല കേട്ടോ. ബട്ട് ഐ ഹാവ് നോട്ടഡ് പീപ്പിൾ ഡൗൺ. Like, this is not a threat or something, but I've noted people down who were against and with me. And I've also noted what specifically they have mentioned. So if in the future I can ഇട്ട് കൊടുക്കാം. അവർ പേടിപ്പിക്കുകയോ അവർ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് ഐ എം ജസ്റ്റ് ലെറ്റിംഗ് നോ. ഞാൻ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എയറിലാകുന്ന ചിലപ്പോൾ ഈ വീഡിയോ അങ്ങ് എയറിൽ പോകുമായിരിക്കും. I mean, it's my first time in air, guys. എനിക്ക് നിങ്ങളെല്ലാണ്ട് അനുഗ്രഹം വേണം. കാരണം ഞാൻ കുറച്ചും ഒന്ന് അനുഗ്രഹിക്കും. അമ്മേൻ്റെ അനുഗ്രഹം ഓൾറെഡി ഉണ്ട്. അച്ഛൻ ബിസി ആയിരുന്നു. അച്ഛൻ അനുഗ്രഹം കിട്ടും. അമ്മൂമ്മയുടെ അനുഗ്രഹമാണ് ഏറ്റവും. മക്കളെ നീ താഴെ വരും, ഡോണ്ട് വരി. എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ഐ മെൻഷൻ. ബട്ട് genuinely want to say thank you for all the people, all the women, all the people standing with me. 96% of the people who are supporting me are women and 4% are men. ഓക്കെ, ഒരു കാര്യം പറയാം പൊന്നു പ്രേക്ഷകരെ, ഇവറ്റകൾക്ക് നന്നാവുന്നുണ്ട്. ഞാൻ പേഴ്സണലി വിചാരിച്ചത് ഞങ്ങളടുത്ത് പഞ്ഞിക്കിടുമ്പോൾ ഇവറ്റകൾക്ക് ഫീൽ ആവുന്നുണ്ട് എന്നാണ്. ഇപ്പൊ പറഞ്ഞത് കേട്ടല്ലോ, ഞാൻ എയറിൽ പോയി ഗായ്സ്. എയറിൽ പറക്കാൻ വേണ്ടിയാണ് കളിക്കുന്നത്. ഓക്കെ, പക്ഷെ ഞങ്ങൾക്കിത് എന്തായാലും ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇത് കണ്ട് വേറെ കുട്ടികൾ പഠിക്കും. ഇപ്പോൾ ഞങ്ങൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നാളെ നമ്മുടെ തലമുറയാണ് ഇല്ലാതാവുന്നത്. ഇതെടുത്തിട്ട് ഞങ്ങൾ റിയാക്ട് ചെയ്താൽ ഓക്കെ, ഒരു പ്രശ്നം സോൾവ് ആവുന്നുണ്ട്. ഇത് റിയാക്ട് ചെയ്യിപ്പിക്കാനാണ് ഇവറ്റകൾ ശ്രമിക്കുന്നത്. ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി കേട്ട് നോക്കാം. Thank you so much for supporting me. Thank you so much for being there for me. I will not stop posting. I will not stop vlogs. I will not stop posting on Instagram. I will not stop. Don't worry about it. But thank you so much for ഇത് വന്നിട്ടാണ് എത്ര സ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ആൾക്കാർ എത്ര സ്നേഹം എനിക്ക് തരുന്നത്. ഐ ടുക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ഗൈസ്. ശരിക്കും ഞാൻ വിചാരിച്ചു എനിക്ക് അധികം ഫാൻസ് ഒന്നും ഉണ്ടാവില്ല. എൻ്റെ കോമാളിത്തരം കാണാൻ വേണ്ടി പിക്ചേഴ്സ് ആൾക്കാർ ഫോളോ ചെയ്യുന്നതാണ്. ബട്ട് നോ, ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ഡു കെയർ അബൌട്ട് മീ ആൻഡ് ലവ് മീ. ഇറ്റ് ഈസ് ഐ എം സ്പീച്ച്ലെസ്. താങ്ക് യു സോ മച്ച്. ഞാൻ അത് ആലോചിച്ച് ചിന്തിക്കുക. ആ കാര്യത്തിലാണ് ഒപ്റ്റിമിസ്റ്റിക്.
സോ അത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം ലൈക്ക് വാവ്, ഇത്രയും സ്നേഹം ഐ എം ഗെറ്റിംഗ് ഫ്രം പീപ്പിൾ. ഇറ്റ്സ് ഒരു കൊച്ചുകുഞ്ഞിൻ്റെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, അത് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു, ചേച്ചി ഇനിയും പോസ്റ്റ് ചെയ്യണം കേട്ടോ, ചേച്ചി അന്നെ മേക്കപ്പ് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇവിടെ പറയുന്നത് ചത്താലും ഇൻസ്റ്റഗ്രാം ഞാൻ നിർത്തത്തില്ല, ഇനിയും ഇഷ്ടംപോലെ ഫോട്ടോസ് വരാനുള്ളതാണ്. ഇത് ഷെഫീന ബീവിക്കാണ് വെല്ലുവിളിച്ചത്. അതിനുശേഷം പറയുന്നുണ്ട് ഇവരുടെ ഈ കുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് വേറെ കുട്ടികൾക്ക് വലിയ രീതിയിൽ ഹാപ്പി ആവുന്നുണ്ട്, മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പഠിച്ചത് ഇവരുടെ വീഡിയോ കണ്ടിട്ടെന്നാണ്. ഇപ്പോൾ ഒരൊറ്റ കാര്യം ഈ കുട്ടിയോട് ഞാൻ പറയാം, മഞ്ജു പിള്ളയുടെ മകളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ചില ചെറിയ ചെറിയ പെഞ്ചോമന പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് മേക്കപ്പ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്താലും അത് തന്നെയല്ലേ അവരും പഠിക്കുന്നത്. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, ഏറ്റവും അവസാനത്തെ ഒരു ഭാഗവും കൂടി കേട്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, മേക്കപ്പ് പഠിപ്പിച്ചാൽ ഞാൻ ഇതൊക്കെ ആഗ്രഹിക്കുന്നുള്ളൂ, ടു ഇൻസ്പയർ പീപ്പിൾ ടു ബി ദംസെൽഫ് ആൻഡ് ടു ടീച്ച് ദം വാട്ട് ഐ നോ. സോ ഞാൻ ഒരു കാര്യം പഠിപ്പിക്കട്ടെ. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ ഇഷ്ടമുള്ള പൂ മേടിച്ച് നിങ്ങൾ വീട്ടിൽ നോക്കുക. ഒരു ഒരാഴ്ച 10 ദിവസമായിട്ട് ഇത് പോകും. ശരിക്കും ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി ഒരു പൂ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്, അത് കറക്റ്റായിട്ട് വന്നോളൂ. ഞാൻ കണ്ടത് ഇതൊക്കെ പെട്ടെന്ന് മരിക്കണ്ടേ, പക്ഷേ ഇത് കണ്ടോ, ഞാൻ സസ്റ്റൈനിങ് വെള്ളം മരിക്കും, പക്ഷെ അത് നമുക്ക് എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകണം, അത് നമുക്ക് സസ്റ്റൈൻ അത് എങ്ങനെ ചെയ്യാം അറിയേണ്ടത്. സോ സജസ്റ്റിംഗ് ഓൾ ദ ബോയ്സ് ഹു ആർ വാച്ചിങ് ദിസ്, ആൻറ്റിമാർ, അമ്മച്ചിമാർ, ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫാൻസ്, പ്ലീസ് എൻ്റെ ഫാൻസ്, ബൈ സം ഫ്ലവേഴ്സ്. സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കണക്കാക്കുന്നതാണ് ഇത്. നിങ്ങൾക്ക് സെൽഫ് ലവിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ദാറ്റ്. ഇനി ഇതും കൂടെ ഒന്ന് വിരിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു സെറ്റ് വാങ്ങിക്കാൻ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കാശില്ലാത്തവർക്ക്, കാശിൻ്റെ ബഡ്ജറ്റ് സ്ട്രഗിൾ ഉള്ളവർക്ക് പുറത്തിറങ്ങി തൽക്കാലം ഒരു അവിടെ ഇവിടെ കാണുന്ന കുറച്ച് പൂക്കൾ ആൾക്കാരുടെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ച് ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാക്കി അതിനെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിനെ നോക്കാം. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുന്നത് തന്നെ, അയ്യോ എൻ്റെ പൂ വിരിഞ്ഞു ആദ്യമായിട്ടോ. ഇങ്ങനെ എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല, പൂ വിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ പൂ വിരിഞ്ഞു. ലിവിംഗ് റൂമിൽ വരുമ്പോൾ തന്നെ ലില്ലീസിനൊരു മണമുണ്ട്. ഇറ്റ്സ് ഗ്രേറ്റ്. So I would suggest you to do this. Girlies who has money, go buy that bouquet of flowers. Don't wait for anyone else to give you that. I did. That was my mistake. Anyway, yeah, so ഇതാണ് എനിക്ക് പറയാനുള്ള സംഭവം. Thank you guys for checking upon me. I am doing fine. ഞാനിത് ഒരു മാസ്ക് ഇട്ട് പറയണല്ല, I am actually fine. പേഴ്സണൽ ലൈഫിൻ്റെ കാര്യം സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ I am getting better. But this is not affecting me at all because I have people എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ്, നിങ്ങൾ. താങ്ക് യു സോ മച്ച്. ഇതൊന്ന് പറയണം ഞാൻ വന്ന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മളെല്ലാവരും മരിക്കും. ഓക്കെ പൊന്നു പ്രേക്ഷകർ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. മരിക്കാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, എനക്കും മരിക്കാനുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കുട്ടിയോട് പറയാനുള്ളത്, പൊന്നുകുട്ടി ഇനിയെങ്കിലും ഇത്തിരി, അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ധരിക്കാം, നിങ്ങളെ കയ്യിൽ പൂത്ത പൈസ ഉണ്ടാവും, നിങ്ങൾ വലിയ വലിയ ആൾക്കാരായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു രീതി ഉണ്ടാവും. ഒരു കാര്യം പറയാം, പൊന്നുകുട്ടിയെ ഇത്തിരി മാന്യമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യൂ, ഫോട്ടോസും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ നാളെ എങ്ങനെയുള്ള പോസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, പക്ഷേ ഒരു സഹോദരൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊന്നു പ്രേക്ഷകരെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുക. അടുത്ത വീഡിയോമായി വിടാൻ വരാം. ഓക്കെ, ബൈ.